ദേശങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ പല നാടുകളിൽ നിന്നും ഒരുപാട് മുസ്ലിയാർ, അതായത് ചെറിയ മക്കളുണ്ടാവും, ഈ മുസ്ലിയാർ ചെറിയ മക്കൾ ഒരുപാട്. മുല്ലപ്പൂ ഒരു പ്രദേശത്ത് മുല്ലപ്പൂ വീണതുപോലെ ആയിരിക്കും, അത്രയും വെള്ള വസ്ത്രധാരികളായിട്ട് ഒരുപാട് കുഞ്ഞ് ഉസ്താദുമാരും പിന്നെ പ്രായമുള്ള പല ആൾക്കാരും. ഞങ്ങളുടെ നാട് റിലീഫിൻ്റെ കാര്യത്തിലൊക്കെ വളരെ 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 മുന്നിൽ നിൽക്കുന്നൊരു സ്ഥലമാണ്. അങ്ങനെ എല്ലാ കുട്ടികളും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, ഇബാദത്തിൻ്റെ കാര്യത്തിലായാലും മറ്റു പല ദാനധർമ്മങ്ങളുടെ കാര്യത്തിലായാലും എല്ലാത്തിലും. പിന്നെ വലിയ ഒരുപാട് പള്ളികൾ ഞങ്ങളുടെ നാട്ടിൽ ശരിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10-75ഓളം പള്ളികൾ മാത്രമുണ്ട്. ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് താഴങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലം. പിന്നെ ഇതിനിടയിലും ഇപ്പോൾ ഈ 10 വർഷക്കാലം ഞാൻ ഷാഫി പറഞ്ഞതുപോലെ പെരുന്നാളിന് നാട്ടിലുണ്ടാവാറില്ല. പക്ഷെ അതിൽ 2 സങ്കടമാണ്. ഒന്ന്, നമ്മൾ പെരുന്നാളിന് പള്ളിയിലൊക്കെ പോയി ഷാഫി പറഞ്ഞ പോലെ തെക്ബീറും നമസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും തമ്മിൽ കെട്ടിപ്പിടുത്തവും എല്ലാ കുടുംബ വീട്ടിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ഖബർസ്ഥാനിലൊക്കെ പോകും, മരിച്ചുപോയ എല്ലാവരുടെയും ഖബറിൻ്റെ അടുത്തൊക്കെ പോയി കൂട്ടുകാരുടെ ബന്ധുമിത്രാദികളെ ഖബറിൻ്റെ അടുത്തൊക്കെ പോയി പ്രാർത്ഥിക്കും. ആ ഒരു സങ്കടം മനസ്സിലുണ്ട്. 10 വർഷക്കാലമായിട്ടുള്ള ആകെയുള്ളൊരു ടെൻഷൻ, നമ്മുടെ പ്രത്യേകിച്ചും എൻ്റെ ഉമ്മയുടെ ഖബറിൻ്റെ അടുത്ത് പോകാൻ പറ്റാത്തൊരു വിഷമം. പിന്നെ നാട് വിട്ട് അന്യനാട്ടിലാണ് പ്രോഗ്രാംസൊക്കെ ഉണ്ടാവുക, അവിടെ പോയാൽ അതിലും വലിയൊരു സങ്കടമുണ്ട്. ഈ നമ്മൾ ചിലപ്പം നോമ്പ് 27-നും 28-നൊക്കെയാണ് മിക്കവാറും അങ്ങനെ ആ പരിപാടിക്ക് പോകാറ്. പക്ഷെ അവിടെ എനിക്ക് ഷാഫിയുള്ള പ്രോഗ്രാം, അതായത് എൻ്റെ കൂടെ അല്ലെങ്കിൽ ഷാഫിയുടെ കൂടെ ഞാനുള്ള കാലത്തോളം അല്ലാത്ത സമയത്ത് എനിക്ക് ഇത്രയും നോമ്പ് 30 എടുത്ത് അവിടെ എത്തി പെരുന്നാൾ നമസ്കാരം എന്നുള്ള അതിൻ്റെ വലിയൊരു ഘടകമാണ്. അത് മിക്കവാറും നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ അവിടെയുള്ള നമ്മുടെ സമയപരിധി വിട്ട് ഉറക്ക് വരും. പക്ഷേ ഈ പാവം കാത്തിരിക്കും ഉറങ്ങാതെ, എല്ലാവരെയും റൂമിൽ പോയി വിളിച്ച് ആ ഒരു കാര്യത്തിൽ ഷാഫിയോട് എന്ന് നമുക്കൊക്കെ ഒരു ബഹുമാനമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ കാര്യം, അവിടുത്തെ പ്രോഗ്രാംസിൻ്റെ കാര്യം. കാരണം ഇവിടെ നാട്ടിലുള്ള എന്ത് അടിച്ചുപൊളി സംഗതികളായാലും അവിടെ കിട്ടുന്നൊരു സുഖം. കാരണം ആ പ്രോഗ്രാമിൻ്റെ കാരണം ഒരു മാസം ഞങ്ങൾ ആരും പരിപാടിക്ക് പോകാറില്ല. നിർബന്ധമായിട്ടുള്ള ഏതെങ്കിലും സ്റ്റുഡിയോ വർക്കിന് പോകാമെന്നല്ലാതെ അതിൻ്റെ മുമ്പ് ഒക്കെ ചെയ്തു തീർക്കും. പക്ഷെ അവിടെ ഉണ്ടാകുന്ന പ്രോഗ്രാമിന്, കാരണം അവർക്കും അവിടെ പെരുന്നാളാണ്, അടിച്ച് പൊളി എന്ന് പറഞ്ഞാൽ പ്രത്യേക എനർജി ആയിരിക്കും സ്റ്റേജിൽ. സാധാരണ നമ്മൾ ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ ഒരു 5-6 വർഷമായി ഞങ്ങൾ 3 പേരും സ്ഥിരമായിട്ട് പോകുന്നു അല്ലേ, ഒരേ സ്റ്റേജിൽ ഞങ്ങൾ പെരുന്നാൾ പ്രോഗ്രാം. പിന്നെ സലീമിൻ്റെ നാട്ടുകാർ എന്താ പറയുക, സ്നേഹപീഡനങ്ങൾ നൽകാറുണ്ട് ഞങ്ങൾ. അല്ല, അവൻ്റെ നാട്ടുകാർ ഒത്തിരി പേരുണ്ട് അവിടെ, പ്രത്യേകിച്ചും ദുബായിലൊക്കെ. അപ്പോൾ പിന്നെ ആ സ്പോൺസേഴ്സിന് ഒന്നും ഞങ്ങളെക്കുറിച്ചൊരു ചിന്ത ഉണ്ടാവില്ല. കാരണം അത് കൂട്ടുകാർ വന്ന് നോക്കും. അടിച്ചുപൊളി തന്നെ, മൊത്തം അടിച്ചുപൊളിയാണ്. സലീംക്ക കുറേ നേരമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയണം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യും, നമുക്കൊരു പാട്ട് കേട്ടിട്ടാവാം. ഇനി ഒരു കാര്യം, ഇന്ന് പെരുന്നാളാണ്, ഞാൻ ഇയാൾക്കിട്ടൊരു പേരുണ്ട്, മാപ്പിളപ്പാട്ടിലെ വേണുനാഗവള്ളി. കാരണം വേണുനാഗവള്ളി ഏത് സിനിമയിലും ഒരു വിഷാദ നായകനായിട്ട്. അത് നമ്മൾ കഴിഞ്ഞൊരു സെഷനിൽ അപ്പോ ഇന്ന് പാടുമ്പോ എന്തായാലും ഒരു നല്ലൊരു വിരഹഗാനം ഒഴിവാക്കിയിട്ട് ഞാൻ വേണേ താളം പിടിക്കാം. മരണം, പ്രണയം, നഷ്ടപ്പെട്ട അവസ്ഥ ഇത്യാദി പാട്ടുകളൊന്നും ഇവിടെ ഇന്ന് വേണ്ട. എന്തായാലും ഞാനിന്ന് ആ പാട്ടിന്റെ ഒരു ഇത് ഷാഫിഖാൻ തന്നെ ഏൽപ്പിക്കാം. കാരണം എന്താന്ന് വെച്ചാല് ഉള്ള ഒരു സത്യം പറഞ്ഞുതരാം. കാരണം കഴിഞ്ഞ പെരുന്നാൾ കിളി എന്ന് പറഞ്ഞ വർക്കില് ഷാഫിഖാടെ ഒരു പാട്ടുണ്ടായിരുന്നു, നല്ല ഹിറ്റ് ഗാനായിരുന്നു. ഗൾഫിൽ നിന്ന് പോയാലും 2 പ്രാവശ്യമൊക്കെ പാടാനും 3 പ്രാവശ്യമൊക്കെ പാടാൻ ഓഡിയൻസ് ആവശ്യപ്പെടുന്നൊരു പാട്ടാണ്. സത്യം പറയുകയാണെങ്കിൽ പെരുന്നാൾ ഇപ്പോൾ ഞാനൊരു 6 വർഷമായി ഗൾഫിൽ പെരുന്നാൾ കൂടൽ തുടങ്ങിയിട്ട്. നാട്ടിലെ ആ പെരുന്നാളൊക്കെ അത്ര അധികം ടെൻഷൻ ആവാറില്ല. കാരണം എന്താ വെച്ചാൽ നാട്ടിൽ കുട്ടികളായിട്ടൊക്കെ പെരുന്നാൾ മിസ് ചെയ്യുന്ന ഒരു ടെൻഷൻ ഉണ്ടെങ്കിലും നാട്ടിലത്തെ കൂട്ടുകാരുമായിട്ടൊക്കെ അവിടെ അടിച്ചുപൊളിയാണ്. കാരണം അവർ വന്ന് കാണുന്ന, അവർ പിന്നെ അവിടെയുള്ള നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പറയുന്നു നിങ്ങളെ കാണുന്നതാണ് ഞങ്ങൾ ഏറ്റവും വലിയ പെരുന്നാൾ സന്തോഷം, ഇതൊക്കെ ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാത്തിരിക്കുന്നതെന്നൊക്കെ പറയാം. പക്ഷെ അപ്പോഴും കഴിഞ്ഞ പെരുന്നാളിന് ഷാഫിക്കാട് ഒരു പെരുന്നാൾ കളി എന്ന വർക്ക് ഇറങ്ങിയാൽ ഒരു പാട്ടുണ്ടായിരുന്നു, കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയി. ആ പാട്ട് തന്നെ ഈ പെരുന്നാൾ. കാരണം അത് കേട്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. കാരണം അത് ഒരു പെരുന്നാളിൻ്റെ മാത്രം നഷ്ടമല്ല, മൊത്തത്തിൽ പ്രത്യേകിച്ചും പ്രവാസികളുടെ ഒരു പാട്ടാണ്. ആ പാട്ടെന്തായാലും പാടാ, അല്ല ആ പാട്ടെന്തായാലും പാടാ, അതിലും സങ്കടം തന്നെയാണ് ഉള്ളത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, പെരുന്നാൾ കിളിയിൽ ഒരു പെരുന്നാൾ പാട്ട് പാടാം. ആയിക്കോട്ടെ. ഞാൻ പെരുന്നാൾ കിളി ഏറ്റെടുത്ത് ഇപ്പൊ 5-ാം വർഷം. ഈ 4 വർഷത്തെ പെരുന്നാൾ കിളിയിലും എഴുതിയത് പെരുന്നാളെ കുറിച്ച് തന്നെയാണ്. അപ്പൊ എന്തായാലും പ്രയോഗങ്ങളെ മാറ്റാൻ പറ്റുന്നുള്ളൂ, ഒരേ വിഷയമാണ് പറയുന്നത്. എന്നാലും ഞാൻ മാക്സിമം നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഓഡിയൻസ് സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ എല്ലാ കൊല്ലത്തെ പെരുന്നാൾ പാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടതുമാണ്.
കഴിഞ്ഞ പോലത്തെ പെരുന്നാൾ പാട്ട് പാടിയാൽ മതിയോ? അത് കഴിഞ്ഞ വർഷം പാടിയ പുഞ്ചിരി പോലൊരു പൊൻപിറ കണ്ടു പെരുന്നാളാവുണർന്നു, മൊഞ്ചു തികഞ്ഞ കിനാവുകൾ വീണ്ടും വിരുന്നായി വന്നണഞ്ഞു. ഈ ലോകമിതാകെ സുഗന്ധം, ഈദുൽ ഫിത്തറിന്റെ വസന്തം, പരിപാലകനാഥനെ വാഴ്ത്തും പരിശുദ്ധ ദിനത്തിൽ തീർക്കും വ്രതമധുരം വിടവാങ്ങും വ്യതയുള്ളിലൊതുക്കുന്നു. സുബ്ഹാനിൽ ശുക്രോതി സ്തുതിയാലെ പുകഴ്ത്തുന്നു. കുറച്ചുപാടെ അവർക്ക് വിട്ടുകൊടുത്തു. ഓർമ്മയില്ല, അതാ സംഭവം ആ പാട്ട്. കാരണം ഞങ്ങൾ കഴിഞ്ഞ പെരുന്നാൾ ചെറിയ പെരുന്നാളിന് എല്ലാ സ്റ്റേജിലും പുതിയ പാട്ടും ഉണ്ട്. നാട്ടിലിറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇവിടുന്ന് പരിപാടിക്ക് പ്രോഗ്രാം പാടണം. അങ്ങനെയാണ്. ഇപ്പം ഷാഫിക്കയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഒരുപാട് മഹത് വചനങ്ങൾ, അതല്ലെങ്കിൽ ഒരുപാട് അറിവുകളുള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഒരു പാട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മേഖലയിലല്ലാതെ വായന, ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ, അങ്ങനെയൊക്കെ എപ്പോഴാണ് അതൊന്ന് തിരിഞ്ഞത്? ശരിക്കും സംസാരിക്കാനുള്ള കഴിവ് തരിക എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയൊരു വരദാനമാണ്. പ്രത്യേകിച്ച് നമ്മൾ അതുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ പലരും സംസാരിച്ചു പോയ കാര്യങ്ങൾ വലിയ പ്രവാചകന്മാരും മഹത്തുക്കളായ ആളുകളും ഒക്കെ സംസാരിച്ചിട്ടുള്ളതും അവിടെ ഇവിടെ നമ്മൾ കേട്ടിട്ടുള്ളതായ കാര്യങ്ങളിലെ അറിവ് അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന നേരം അത് നമ്മളെ അറിവല്ല. ഇത് ടോട്ടലി എല്ലാ മനുഷ്യന്മാരും പരസ്പരം പ്രചരിപ്പിക്കേണ്ട ഒരു കാര്യം പ്രവാചകന്മാരിലൂടെ ഇവിടെ പ്രബോധനം ചെയ്യപ്പെട്ടു. അത് ചിലർ എന്തൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കുന്നില്ല, ചിലർ താല്പര്യപ്പെട്ട് ശ്രദ്ധിക്കുന്നു. ഞാനധികം വായിക്കൊന്നുമില്ല, എനിക്ക് ഇതുപോലെ വലിയ വലിയ ആളുകൾ സംസാരിക്കും. ഷാഫി, കാരണം നമ്മൾ പ്രത്യേകിച്ച് പെരുന്നാളിന് പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പല ഈ വാഴ് മതപ്രഭാഷണം ഇങ്ങനെ കാര്യങ്ങളിൽ കൂടിയാണ് കൂടുതൽ അറിവുകൾ പ്രവാചകനെ കുറിച്ചൊക്കെ നമുക്ക് കിട്ടുന്നത്. നമ്മളൊക്കെ ഞാൻ മദ്രസയിലെ 5ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഇത് ഈ ഒരു അവസരത്തിൽ പറയുന്നത് മാത്രമല്ല, ഞാൻ എത്രയോ തവണ പല ഷാഫി ഇല്ലാത്ത സമയത്തും പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രവാചകൻ എന്ന് പറയുന്നത് എത്ര വർണ്ണിച്ചാലും എത്ര കോടി വർഷങ്ങളെടുത്ത് വർണ്ണിച്ചാലും മതിയാവത്ത, അത് എഴുതിയാലും പ്രവാചകനെക്കുറിച്ച് മതിയാവില്ല. പക്ഷെ എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ പെരുന്നാൾക്കിലേക്ക് ഷാഫി പ്രവാചകനെക്കുറിച്ചൊരു വർണ്ണിച്ചൊരു പാട്ടിൽ അതിൽ ഊതിനേക്കാളും മണമുള്ള ആ ഒരു വരി കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ആ പാട്ട് നന്നായിട്ട് കേൾക്കുന്നത് ഞങ്ങൾ ഗൾഫിൽ നിന്ന് ദുബായിൽ നിന്ന് ഞങ്ങൾ ഫുജേറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ പാട്ട് തന്നെ ഷാഫിക്ക് ഓർമ്മ ഉണ്ടെന്നറിയില്ല, ഈ പാട്ട് തന്നെ ഞാൻ റിവൈൻഡ് ചെയ്ത് വെപ്പിച്ചു. കാരണം ഒരു വീണ്ടും ഹറമിലേക്ക് പോകാൻ ഒരു ആർത്തി വരും ആ പാട്ട് കേൾക്കുമ്പോൾ. കാരണം ശരിക്കും ഞാൻ എന്നിട്ട് ഷാഫിക്ക് ഓർമ്മ ഉണ്ടോ? അത് 2 വരി ഒന്ന് പാടും ഷാഫി പ്ലീസ്, 6 വരി. കാരണം വിത്ത് മ്യൂസിക് മാത്രമല്ല രചനയും. എനിക്ക് എഴുതണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും, പക്ഷേ മനസ്സിൽ പലതുണ്ടാവും, പക്ഷെ അത് ക്രിയേറ്റീവ് ചെയ്യുമ്പോൾ വരില്ല, മനസ്സിലുണ്ടാവും. അലിഫ് ലാം മീം അതിന്റെ പൊരുൾ പറഞ്ഞേ, അഷ്റഫുൽ ഖൽഖിന്റെ നാവിൽ അഹദുണർന്നേ. അലിഫ് ലാം മീം അതിന്റെ പൊരുൾ പറഞ്ഞേ, അഷ്റഫുൽ ഖൽഖിന്റെ നാവിൽ അഹദുണർന്നേ. ആലമാകെ നാദമായി അറിവുതിർന്നേ, ആ നിലാവ് സ്നേഹമായി ഒഴുകി വന്നേ. ആലമാകെ നാദമായി അറിവുതിർന്നേ, ആ നിലാവ് സ്നേഹമായി ഒഴുകി വന്നേ. അലിഫ് ലാം മീം അതിന്റെ പൊരുൾ പറഞ്ഞേ, അഷ്റഫുൽ ഖൽഖിന്റെ നാവിൽ അഹദുണർന്നേ. ഇടുങ്ങിയ ഹൃദയങ്ങൾക്ക് ഇൽമുകൾ നൽകി ഇഹപര ഗുണങ്ങളെ തിരഞ്ഞവരൊഴുകി. ഈ മണൽ കാട്ടിലെ നജസുകൾ കഴുകി. ഈ വിധം അവർ പല ചെയ്തിയിൽ മുഴുകി. ഉലകിതിനനുഗ്രഹ നബി വന്നു പിറന്നേ, ഉണരാനിമാനിൻ്റെ വഴിയവർ തുറന്നേ.
ഊതിനേക്കാൾ ഈ റസൂൽ